ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിൽ പ്രതിരോധം ശക്തമാക്കി ഹിന്ദു സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു. 100-ലധികം പേരാണ് തിരികെ എത്തിയത്. അഖില ഭാരതീയ ഘർ വാപസി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവ് നേതൃത്വം നൽകി. ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത് പറയും. രോഹിണി, നമ്മളിത് നേരത്തെ പ്രതീക്ഷിച്ചതാണ്, നമ്മളിത് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുമാണ്. അതായത് ഛത്തീസ്ഗഡിൽ ഈ കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയ, ഛത്തീസ്ഗഡിൽ കേരളത്തിൽ നിന്നുള്ള മത പുരോഹിതർ, കന്യാസ്ത്രീകൾ അവിടുത്തെ പാവപ്പെട്ട ആദിവാസി വിഭാഗങ്ങളെ പ്രലോഭിപ്പിച്ച് പണം നൽകി, അതോടൊപ്പം തന്നെ അവർക്ക് അസുഖങ്ങൾ മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് മതം മാറ്റി ആ സംസ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുപോയി പാസ്റ്റർമാരും കന്യാസ്ത്രീകളുമാക്കുന്ന കലാപരിപാടി വർഷങ്ങളായി നടന്നു വരുന്നതാണ്. അതിനെതിരെ ഇപ്പോൾ ഇതാ അവിടുത്തെ ഹിന്ദു സംഘടനകൾ പ്രതിരോധം ശക്തമാക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഏറ്റവും ഒടുവിൽ നടന്ന കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ഹിന്ദു സംഘടനകൾ അവിടെ സജീവമായി ഈ ആദിവാസി ഗ്രാമങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ജഷ്പൂർ ബെൽറ്റിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കുന്നു ഹിന്ദു സംഘടനകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ മതം മാറ്റിയ 35 കുടുംബങ്ങൾ തിരികെ ഹിന്ദുമതം സ്വീകരിച്ചു എന്നുള്ളതാണ് വാർത്ത. തിരികെ എത്തിയത് ഏതാണ്ട് 100-ലധികം ആളുകൾ എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. ശക്തി ജില്ലയിൽ നടന്ന വിരാട് ഹിന്ദു സമ്മേളനത്തിലായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത് എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അഖില ഭാരതീയ ഘർ വാപസി അഭിയാൻ മേധാവി പ്രബൽ പ്രതാപ് ജുദേവാണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുള്ള വിവരവും ഇതോടൊപ്പം നമുക്ക് നൽകാനുണ്ട്. മടങ്ങിയെത്തിയവരുടെ പാദങ്ങൾ കഴുകി ഹിന്ദുമതത്തിലേക്ക് സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകാനും കഴിയുന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഈ പ്രബൽ പ്രതാപ് ജുദേവിന്റെ അച്ഛൻ ദിലീപ് ജുദേവ്, അദ്ദേഹം വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നു, ഫോറസ്റ്റിന്റെ മന്ത്രിയായിരുന്നു. മാത്രമല്ല അവിടുത്തെ രാജ കുടുംബമാണ് ഇവരുടേത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ തന്നെ, ദിലീപ് ജി തന്നെ അവിടെ ഈ ഘർ വാപസി പ്രവർത്തനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് നേതൃത്വം നൽകിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 10,000-ങ്ങളാണ് ഘർ വാപസി നടത്തി തിരികെ ആ ബെൽറ്റിൽ മുഴുവൻ വന്നത്. ബസ്തർ ബെൽറ്റിൽ അവിടുത്തെ രാജകുടുംബമാണ് ഇവരുടേത്. രാജകുടുംബം തന്നെ ഇപ്പോൾ നേരിട്ടിറങ്ങിയിരിക്കുന്നു ഈ ഘർ വാപസിക്ക്. അതായത് അവിടുത്തെ എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഇപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ, കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെ കളത്തിലിറങ്ങിയിരിക്കുന്നു. രാജകുടുംബം നേരിട്ട് വനവാസി ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു. രാജകുടുംബാംഗം തന്നെ നേരിട്ട് വനവാസികളുടെ കാൽ കഴുകി ഈ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അതായത് കനത്ത പ്രതിരോധം നേരിടേണ്ടി വരുന്നു മതപരിവർത്തന മാഫിയ.